മേൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ബാക്കിയായത് ഒരു ചോദ്യമായിരുന്നു. ഇറാൻ സൈന്യത്തിന്റെ കരുത്തിനെ തകർക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമായോ? അതിന് ഒരേയൊരു ഉത്തരം അതിങ്ങനെയാണ്. ഇറാന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പക്ഷേ അവരുടെ സൈനിക ശക്തിയെ ഇല്ലാതാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഇറാനും യുഎസും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് പിന്നാലെയുള്ള സമാധാന ചർച്ചകൾ ഇപ്പോൾ ഖത്തറിലാണ് പുരോഗമിക്കുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ പുനരാരംഭിച്ചേക്കാം. അതിന് ഇസ്രായേലും അമേരിക്കയുമെല്ലാം സജ്ജരുമാണ്. എന്നാൽ എന്താണ് ഇറാന്റെ അവസ്ഥ? ഇനിയൊരു ആക്രമണമുണ്ടായാൽ അതിനെ നേരിടാൻ ഇറാന് സാധിക്കുമോ? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 40 ദിവസത്തെ ആക്രമണത്തിലൂടെ ഇറാനിലുടനീളം ആയിരക്കണക്കിന് കേന്ദ്രങ്ങളെയായിരുന്നു അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിട്ടത്. അമേരിക്ക മാത്രം 13,000-ലധികം ആക്രമണങ്ങൾ ഇറാനിൽ ഉടനീളം നടത്തി. ഇസ്രായേൽ ഏകദേശം 11,000 എണ്ണവും. ആയുധങ്ങൾ നശിപ്പിക്കുക മാത്രമല്ല, സമീപ ഭാവിയിലൊന്നും യുദ്ധം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഇറാനെ ദുർബലപ്പെടുത്തുക എന്നതായിരുന്നു ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം. ഇറാന്റെ മിസൈൽ ഫാക്ടറികൾ, ഡ്രോൺ ഉൽപാദന കേന്ദ്രങ്ങൾ, ലോഞ്ച് പാഡുകൾ, സൈനിക ആസ്ഥാനം, ആശയവിനിമയ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ആക്രമിക്കപ്പെട്ടിരുന്നു. ഇസ്രായേലിന്റെ കണക്കനുസരിച്ച് ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളുടെ 60%വും ഏകദേശം 250 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തിട്ടുണ്ട്. സമാനമായി ഇറാന്റെ നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കുമെല്ലാം അനവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. 155-ലധികം ഇറാനിയൻ നാവിക കപ്പലുകൾക്കാണ് കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തത്. വ്യോമസേനയുടെ നിരവധി യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ എന്നിവയും തകർക്കപ്പെട്ടിരുന്നു. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്തിട്ടും ഇറാനെ തകർക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ആയിട്ടില്ല എന്നതാണ്. മുതിർന്ന സൈനിക കമാൻഡർമാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടും ഇറാന്റെ സൈനിക സംവിധാനം സുശക്തമായി നിലനിൽക്കുന്നുണ്ട്. സംഘർഷത്തിലുടനീളം ഇറാനിയൻ സൈന്യം മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുന്നുണ്ടായിരുന്നു. മാസങ്ങൾ നീണ്ടുനിന്ന ബോംബാക്രമണത്തിന് ശേഷവും ഇറാന്റെ ഭൂഗർഭ മിസൈൽ ശൃംഖലകളെ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് പോലും സാധിച്ചിട്ടില്ല. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാൻ പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിൽ അവരുടെ മിസൈൽ ശേഷി വീണ്ടെടുക്കുകയായിരുന്നു എന്നാണ്. ചില ഡ്രോൺ ഫാക്ടറികൾ ആഴ്ചകൾക്കുള്ളിൽ ഉൽപാദനം പുനരാരംഭിച്ചതായും യുദ്ധത്തിന് ശേഷം ഡ്രോൺ ഉൽപാദനം 10 ഇരട്ടി വർദ്ധിച്ചതായും റിപ്പോർട്ടുണ്ട്. വലിയ യുദ്ധക്കപ്പലുകൾ നഷ്ടപ്പെട്ടതിന് ശേഷവും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഷിപ്പിംഗ് റൂട്ടുകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ തടസ്സം സൃഷ്ടിക്കാൻ ഇപ്പോഴും ഇറാന് കഴിയുന്നുണ്ട്. അതിനായി അതിവേഗ ആക്രമണ ബോട്ടുകൾ, ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവയാണ് അവർ ഉപയോഗിക്കുന്നത്. രാജ്യത്തിന്റെ പരമ്പരാഗത സൈന്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ആക്രമണങ്ങളിൽ ഒന്നിനെയാണ് നേരിട്ടത് എന്ന് നിസ്സംശയം പറയാമെങ്കിലും അവരുടെ സൈനിക ശേഷി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദോഹയിൽ നടക്കുന്ന ചർച്ചകളിൽ വലിയ വിട്ടുവീഴ്ചകൾക്കൊന്നും ഇറാൻ മുതിരാത്തത് ഇനിയൊരാക്രമണമുണ്ടായാലും അതിനെയും നേരിടാമെന്ന വിശ്വാസം കൊണ്ടാണ്. മാത്രമല്ല, ഹോർമുസ് കടലിടുക്ക് എന്ന വജ്രായുധവും ഇറാന്റെ പക്കലുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് ഇസ്രായേലോ അമേരിക്കയോ മുതിർന്നാൽ ഹോർമുസിനെ തടസ്സപ്പെടുത്തി ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ മന്ദഗതിയിലാക്കാൻ ഇറാന് സാധിക്കും. ആ ആത്മവിശ്വാസം അവർക്ക് നൽകുന്ന കരുത്ത് ചെറുതല്ലെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.